ഹായ് എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നോയമ്പ് സ്പെഷ്യൽ ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ഈ ബേക്കറികളിൽ നിന്നൊക്കെ കുടിക്കുന്ന ബദാം മിൽക്ക് ഉണ്ടല്ലോ, അത് സെയിം ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി ബദാം മിൽക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ബദാം മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം 600 ml പാലാണ്. വേണ്ടത് ബദാമാണ്. ഞാൻ ഏകദേശം ഒരു 25 ബദാം എടുത്തിട്ടുണ്ട്. ഇതൊരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ തൊലി മാറ്റിയിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുമ്പം ബദാമിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ നമുക്ക് കളയാൻ പറ്റും. അതുപോലെ അത് കുറച്ചൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. കട്ടി മാറി സോഫ്റ്റ് ആവും. നമ്മളിങ്ങനെ കൈവച്ച് ഒടിക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒടിക്കാൻ പറ്റണം. അങ്ങനെ ആവുമ്പോൾ നല്ലതായിട്ട് മിക്സിയിലിട്ട് അരയ്ക്കാനും പറ്റും. ഇനി വേണ്ടത് ഒരു ചെറിയ പിടി കാഷ്യൂനട്ട്, 10-15 പിസ്ത, 4 ഏലക്ക. ഇത് മൂന്നും കൂടി ഒന്ന് പൊടിച്ചിട്ടാണ് നമ്മൾ ഈ പാലിലോട്ട് ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പിസ്തയൊന്നും ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ അത് ചേർക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബദാം മിൽക്കിൻ്റെ സെയിം ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം ചേർക്കാൻ നോക്കാം. ഇനിയിപ്പോൾ പിസ്ത കയ്യിലില്ലെങ്കിൽ കാഷ്യൂനട്ടും ഏലക്കയും കൂടി പൊടിച്ച് ചേർത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ബദാം മിൽക്ക് ഉണ്ടാക്കാം. ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളിപ്പോൾ എടുത്തു വെച്ച കാഷ്യൂനട്ടും പിസ്തയും ഏലക്കയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാനാണ്. ഒരുപാടങ്ങ് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തരിതരിയായിട്ട് തന്നെ പൊടിച്ചാൽ മതി. ഇതുപോലെ പൊടിച്ചെടുത്തു. കണ്ടോ, ഈ ഒരു പരുവത്തിന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി അതേ ജാറിലോട്ട് തന്നെ ഞാൻ ബദാം ഇട്ട് അരച്ചെടുക്കാൻ പോവാണ്. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ജാറ് തന്നെ യൂസ് ചെയ്യാം. നമ്മൾ ആ ബദാം കുതിർത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് മാറ്റണം. ഇനി നമ്മൾ നേരത്തെ ഒരു 2.5 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തുനിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പറ്റുന്നിടത്തോളം തരിയില്ലാതങ്ങ് അരച്ചാൽ മതി. ഇപ്പോൾ ബദാമും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബദാം ഇതുപോലെ അരച്ചെടുത്തു. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ബാക്കിയിരിക്കുന്ന പാലൊഴിക്കാം. ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി വരണം. തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. പാൽ ഇതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. ഇനി പഞ്ചസാര നന്നായിട്ട് അലിയണം. പാലിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം അടിയിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ കരിഞ്ഞ പാലിൻ്റെ ടേസ്റ്റ് വരുമ്പം ആ ബദാം മിൽക്കിൻ്റെ ഫുള്ള് ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴും ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി. തീ കൂട്ടിയിടണ്ട, കാരണം പാല് തിളച്ച് പൊങ്ങരുത്. അപ്പോൾ ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ബദാം അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മളിപ്പോൾ അരച്ച് ചേർത്ത പച്ച ബദാം ഒന്ന് വെന്ത് പാലിൻ്റെ കൂടെ ചേരണം. അപ്പോഴാണ് ആ പാലിലേക്ക് ബദാമിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് റെഡി ആയിട്ടുണ്ട്. പാല് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആ ബദാമിൻ്റെ നല്ലൊരു ടേസ്റ്റ് അതിനകത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് റെഡിയാണ്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ച സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. കശുവണ്ടി, പിസ്ത, ഏലക്ക, ഇത് മൂന്നും കൂടി പൊടിച്ചു വെച്ചതാണ്. അത് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കഴിയുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബദാം മിൽക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത സാധനങ്ങളുടെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് അതിനകത്തോട്ട് വരണം. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ഈ പിസ്തയുടെയും കാഷ്യൂനട്ടിൻ്റെയൊക്കെ തരികൾ അതുപോലെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ കുടിക്കുന്ന സമയത്ത് അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. ഇതിനകത്ത് നമ്മൾ ചേർത്ത സാധനങ്ങളുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ബദാം മിൽക്കിന് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുങ്കുമപ്പൂവ് ചേർക്കാം. അപ്പോൾ നല്ലൊരു കളറും കിട്ടും, നല്ല ഫ്ലേവറും കിട്ടും. ഞാൻ അതിന് പകരം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തു എന്ന് വിചാരിച്ച് ആ പാലിൻ്റെ ടേസ്റ്റിൽ ഒരു വ്യത്യാസവും വരില്ല കേട്ടോ. ആ മഞ്ഞളിൻ്റെ ടേസ്റ്റ് അറിയാനേ പറ്റത്തില്ല. പക്ഷേ മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടിപ്പോകരുത്. മാക്സിമം 1/4 ടീസ്പൂണേ ചേർക്കാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു മഞ്ഞ കളറേ തോന്നുന്നുള്ളൂ, പക്ഷെ അത് കുഴപ്പമില്ല. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം കുറച്ചും കൂടി കളർ വരും.
അപ്പോൾ ബദാം മിൽക്ക് റെഡിയാണ്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് ചൂടോടുകൂടി തന്നെ കുടിക്കാം, ഇപ്പോൾ തന്നെ കുടിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കുടിക്കാം. എനിക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പം പാത്രത്തിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കും. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. ഇനി ഇത് കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ തരികൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. നമ്മളൊരു 3-4 മണിക്കൂർ വെച്ചതിന് ശേഷമല്ലേ കുടിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചേർത്ത സാധനങ്ങളുടെ ഫ്ലേവർ എല്ലാം പാലിലോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുത്താലും പാലിൻ്റെ ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ബദാം മിൽക്ക് സെർവ് ചെയ്യാൻ റെഡിയാണ്. നല്ലതായിട്ട് തണുപ്പിച്ചെടുത്താണ് കേട്ടോ. കുറച്ച് നേരം ഇരുന്നപ്പോൾ കണ്ടോ നല്ലൊരു മഞ്ഞ കളറും വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബദാം മിൽക്ക് റെഡിയാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാനും അതുപോലെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.